ഇപ്പൊ ഒരു വിചിത്രമായിട്ടുള്ള ഒരു വാദമായിട്ടാണ് എനിക്ക് വാർത്ത കേട്ടപ്പോൾ തോന്നിയത്. കാര്യം, ഒരു സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല. അതിലെ 15ഓളം വാക്കുകൾ മാറ്റം വരുത്തിയാൽ മാറ്റങ്ങൾ വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും ബീഫ് കഴിക്കുന്ന ദൃശ്യം മാറ്റണം, നടി പർദ്ദ ഇട്ടിരിക്കുന്നത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയല്ലേ? അല്ല, ഈ സെൻസർ ബോർഡ് എന്നുള്ളത് സത്യത്തിൽ പറഞ്ഞാൽ അതിന്റെ പേര് മാറ്റേണ്ടിയിരിക്കുന്നു. സംഘപരിവാർ ബോർഡെന്നോ അല്ലെങ്കിൽ സംഘി ബോർഡെന്നോ എങ്കിലും ഒക്കെ മാറ്റേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ കാലത്തെ ഈ 2014 അവിടെ കേന്ദ്രത്തില് BJP അധികാരത്തിലെത്തിയ ശേഷമുള്ള കേന്ദ്ര സെൻസർ ബോർഡിന്റെ നീക്കങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു സെൻസർ ബോർഡായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. മറിച്ച് സംഘപരിവാറിന്റെ ഒരു ബോർഡായിട്ടാണ് നമുക്ക് തോന്നുക. സെൻസർ ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? സിനിമകളെ കണ്ട് അത് നിരീക്ഷിച്ചുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും പ്രധാനമായിട്ടും ഈ പറയുന്ന EU സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വലിയ രീതിയിൽ സമൂഹത്തിൽ അന്തഛിദ്രം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്കറിയാമല്ലോ, പണ്ട് നിർമാല്യം പോലൊരു സിനിമ എടുക്കുന്നതിനകത്തെ സീനുകളൊക്കെ നമുക്കറിയാമല്ലേ, ഭഗവതിയുടെ മുഖത്തേക്ക് തുപ്പുന്ന ഒരു കഥാപാത്രമൊക്കെ ഉണ്ട്. അത്തരം സിനിമകളൊക്കെ ഇവിടെ എടുത്ത നാടാണ് കേരളം എന്ന് പറയുന്നത്. അത് നവോത്ഥാന നാടെന്ന് നമ്മൾ അതുകൊണ്ടാണ് അതിനെയൊക്കെ കേരളത്തെ വിശേഷിപ്പിക്കുന്നത്, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അത്തരം സിനിമകളൊക്കെ എടുത്തിട്ടുള്ള നാടാണ്. അതിനൊക്കെ തന്നെ സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണിത്. ആ രാജ്യത്താണ് ഇത്തരത്തിലുള്ള എന്താ പറയുക, ഇപ്പോൾ വന്ന് എന്ത് കാര്യത്തിനും സെൻസറിങ് നടത്തുന്ന രീതിയിൽ സെൻസർ ബോർഡ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹാൽ എന്ന് പറയുന്ന യുവനടൻ ഷെയ്ൻ നിഗം നായകനാകുന്ന വലിയൊരു ബിഗ് ബജറ്റിൽ എത്തുന്ന ചിത്രമാണ്. അതിന്റെ സംസ്ഥാനത്തെ സെൻസർ ബോർഡ് അതിന് അനുമതി കൊടുത്തു. പിന്നീട് അത് കേന്ദ്ര സെൻസർ ബോർഡിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ നിന്നും അവർ കണ്ടിട്ട് ഈ വിഷയങ്ങളൊന്നും ഇവരെ അറിയിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വാർത്തകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നിന്നും സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അവർക്ക് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കാലതാമസം എടുത്തപ്പോൾ കഴിഞ്ഞ മാസം 9 അവർ കൊടുക്കുന്നത്. അപ്പോൾ ലേറ്റ് ആയപ്പോൾ അവർ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് അവർ ഇങ്ങനെ പറയുന്നത് കുറെ മാറ്റങ്ങൾ വേണം. 19 മാറ്റങ്ങളാണ് അറിയാൻ കഴിയുന്നത്. 19ഓളം മാറ്റങ്ങൾ വേണം. അതിനകത്ത് പ്രധാനപ്പെട്ടത് ബീഫ് ബിരിയാണി വിളമ്പുന്ന ഒരു സീനുണ്ട്, അത് മാറ്റണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ധ്വജപ്രണാമം അങ്ങോട്ടൊരു പ്രയോഗം നടത്തുന്നുണ്ട്, അത് മാറ്റണം. ഗണപതി വെട്ടം, സംഘം കാവലുണ്ട് എന്നൊരു പ്രയോഗമുണ്ട്, അതൊക്കെ മാറ്റണമെന്നാണ്. അപ്പൊ ഞാൻ അതാണ് നേരത്തെ ചോദിച്ചത്. ഈ പറയുന്ന ധ്വജപ്രണാമം, സംഘം കാവലുണ്ടെന്നൊക്കെ ഉള്ളത് ഇവർ ഈ പറയുന്ന സംഘപരിവാരോട് ചേർന്നുള്ള പദപ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ടുള്ള ഒരു സിനിമ നിർമ്മിക്കണമെന്ന് പറയുമ്പോൾ അവർ സംഘപരിവാർ ബോർഡായിട്ട് മാറുകയാണ്. സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ബോർഡായിട്ട് ഈ സെൻസർ ബോർഡ് മാറുന്നോ എന്ന സംശയം വലിയ രീതിയിൽ ബലപ്പെടുകയാണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാത്തില്ല. ഈ സംഘം കാവലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അങ്ങനെ ഈ സംഘപരിവാറിനെ എങ്ങനെയാണ് അത് ബാധിക്കുക? സംഘം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളാണ് അല്ലെ, നമുക്ക് പല രീതിയിൽ സംഘികളെ സംബന്ധിച്ച് അവർക്ക് സംഘം എന്ന് പറഞ്ഞാൽ അവരാണെന്ന് തോന്നുകയാണ്. അതിന്റെ പേരിൽ, സംഘത്തിന് തോന്നുന്നതിന്റെ പേരിലൊക്കെ, അല്ലെങ്കിൽ സംഘപരിവാറിന് തോന്നുന്നതിന്റെ പേരിലൊക്കെ ഈ സെൻസർ ബോർഡ് പ്രവർത്തിക്കാതിരുന്നാൽ ഈ രാജ്യത്ത് സിനിമയെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അടുത്തിടയ്ക്കാണ് നമ്മുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അത് വലിയ വിവാദമായി. അതിന് അനുമതി കൊടുക്കത്തില്ല എന്ന് കണ്ടു. ഒടുവിൽ അത് കോടതിയിലെത്തി. ഹൈക്കോടതിയിലെ ജഡ്ജി അദ്ദേഹം സമയമെടുത്ത് ആ സിനിമ ഫുള്ള് കണ്ടിട്ടാണ് പിന്നീട് അതിനകത്ത് എന്താ പറയുക, അതിനകത്ത് പേര് മാറ്റണം എന്നൊരു നിഗമനത്തിലേക്ക് എത്തി. ജാനകി എന്ന് പറയുന്നതിന്റെ കൂടെ ഒരു ഇനിഷ്യലും കൂടെ ചേർത്ത്, ജാനകി ബി എന്ന ഇനിഷ്യലും കൂടെ ചേർത്തിട്ടാണ് പിന്നീട് ആ സിനിമ ഇറങ്ങുന്നത്. അത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ജാനകി എന്ന് പറയുന്ന പേരിൽ ആ ഒരു കഥാപാത്രം നേരിടുന്ന പ്രശ്നങ്ങളാണ് ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ജാനകി എന്ന് പറയുന്ന പേരിലുള്ള സ്ത്രീക്ക് അത്തരം പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതോ ജാനകി എന്ന് പറയുന്ന ഒരു പേരുകൊണ്ട് അത്തരം ഒരു സ്ത്രീക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടും എന്നൊക്കെ എങ്ങനെയാണ് ഇവർ തീരുമാനിക്കുക? ഒരു ജാനകിയിൽ നിൽക്കുന്നത് അതേ ഉള്ളൂ. ആ ഒരു ഇനിഷ്യലൂടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം അവരുടെ പരിഹരിച്ച്, ഇത്രയുള്ള അവരുടെ ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവര് സമാധാനം, അവരെല്ലാം പിരിഞ്ഞുപോയി. ആ ഒരു രീതിയിലാണ് സെൻസർ ബോർഡ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള കുറെ കാര്യങ്ങളൊക്കെ നീക്കണം. ബീഫ് ബിരിയാണി വിളമ്പിയാൽ എന്താണ് പറ്റുക? എന്ത് വിഷയമാണ് ഉണ്ടാവുക? ബീഫ് വിളമ്പിയെന്ന് ഒരു സീൻ ഉണ്ടായാൽ എന്ത് പ്രശ്നമാണ് ഈ നാട്ടിൽ ഉണ്ടാവുക? അപ്പോൾ അതൊക്കെ തന്നെ ഒരു പ്രത്യേക മതത്തിന്റെ പ്രശ്നമായിട്ട് മാറ്റിക്കൊണ്ട് ആ സെൻസർ ബോർഡ് തന്നെ അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ബീഫ് ബിരിയാണി വിളമ്പുന്ന ഒരു സീൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ ബീഫ് വിളമ്പുന്ന ഒരു സീൻ ഉണ്ടായാൽ അത് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ഒരു നരേഷൻ ഉണ്ടല്ലോ, അതിനെ ഈ പറയുന്ന സെൻസർ ബോർഡ് എൻഡോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല സെൻസർ ബോർഡ് ചെയ്യേണ്ടത്. ഇത്തരം വളരെ എന്താ പറയുക, ട്രിബ്യൂലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് ഒരു സിനിമയ്ക്ക് ഈ പറയുന്നത് പോലെ ഒരു അനുമതി കൊടുക്കേണ്ടത്. ഈ ഒരു വലിയൊരു ഇതിലൊരു ക്യാൻവാസിൽ ഇറങ്ങുന്ന ഒരു പടമാണ്. ഈ പറയുന്ന 19-20 സീനുകളോ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ വെട്ടിമാറ്റി കഴിഞ്ഞാൽ ആ സിനിമയുടെ മുഖച്ഛായ തന്നെ മാറും. എന്തുകൊണ്ടാണ് ആ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഒരു ടെക്സ്ചർ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് അവർ പറയുന്നത്. ഈ നിർമ്മാതാക്കളും ഒക്കെ തന്നെ പറയുന്നത് അതാണ്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ഇറക്കിയിട്ട് കാര്യമില്ല, വലിയ നഷ്ടമുണ്ടാകും അവർക്ക്.
അപ്പോഴേ അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഈ ബീഫിന്റെ പേരിൽ ഈ സെൻസർ ബോർഡ് അതൊന്നും ബോധേഡാവേണ്ട കാര്യമല്ല. ബീഫിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ധ്വജപ്രണാമം എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ വികാരമാണ് വ്രണപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ സംഘം കാവലിടെന്ന് പറഞ്ഞാൽ ആരുടെ വികാരമാണ് വ്രണപ്പെടുന്നത്? അപ്പോഴ് എന്താ പറയുക, ഈ സിനിമയെ നോക്കണ്ട, സിനിമയ്ക്ക് വേണ്ടി നിൽക്കേണ്ട ഈ സെൻസർ ബോർഡ് സംഘപരിവാറിന്റെ ഒരു വാലാട്ടുകളായിട്ട് കുഴലൂത്തുകാരായിട്ട് മാറുന്ന അങ്ങേറ്റം അധപ്പതിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഈ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന സാംസ്കാരിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയൊരു മാറ്റത്തിന്റെ ഒരു കാര്യമാണത്. അതിനിപ്പോൾ ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തിയിട്ടുണ്ട്. നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇനി ഹൈക്കോടതി എന്ത് നിലപാടാകും ഈ വിഷയത്തിൽ എടുക്കുക എന്നറിയത്തില്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ അവർ പറഞ്ഞത് എൻഷിലൂടെ ചേർത്ത് മാറ്റാൻ ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി കൊടുത്തത്. സമാനമായ രീതിയിൽ ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ എന്താകും, ഈ പറയുന്ന പോലെ ആ സീനുകളെല്ലാം സെൻസർ ബോർഡിന്റെ പറയുന്ന പോലെ അത് കട്ട് ചെയ്യാനായിട്ട് ഈ കോടതിയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും ആ സീനുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയ്ക്ക് ഒരു നിലനിൽപ്പുണ്ടാകില്ല. അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സിനിമയായിരിക്കും പിന്നീട് വരിക. അങ്ങനെ ഒരു സിനിമ വന്നിട്ട് കാര്യമില്ല. ഒരു നിർമ്മാതാവ് കേട്ട് ഒരു പ്രത്യേക കഥ ഉണ്ടാകുമല്ലോ, ആ കഥ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും ആ സിനിമ, ആ തിരക്കഥയും ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു സിനിമ തയ്യാറാക്കി വെക്കുക. അതിനകത്തുനിന്ന് ഈ പറയുന്ന പലയിടത്തുനിന്നും ഈ 10-20 സീനുകളൊക്കെ കട്ട് ചെയ്ത് കളയുക എന്നൊക്കെ പറയുമ്പോൾ അത് ആ സിനിമയുടെ മൊത്തത്തിൽ തന്നെ ബാധിക്കും, അതിന്റെ ആ കഥാഗതിയെ തന്നെ പൂർണ്ണമായിട്ടും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഹൈക്കോടതി ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് നിർണായകമായിരിക്കും. എന്തായാലും ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സെൻസ് പ്രയോഗിക്കണം എന്നാണ് പറയുന്നത്. ഒരു സെൻസും ഇല്ലാത്ത രീതിയിൽ ഇൻസെൻസിറ്റീവായിട്ടാണ് അവർ പെരുമാറുന്നത്. ഓരോ വിഷയങ്ങളെയും വളരെ വൈകാരികമായിട്ട് അവർ കാണുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിനെക്കാട്ടിലും വലിയ, നേരത്തെ പറഞ്ഞ പോലെ നിർമ്മാല്യം പോലുള്ള സിനിമകൾ വന്നു പോയ നാടുകളാണ്. അന്നൊന്നും ഒരു പ്രശ്നവും ഭരിക്കുന്നത് BJP അല്ല. ആ ഒരു വിഷയം കൂടിയുണ്ട്. അന്ന് ഇവരൊന്നും വലിയ രീതിയിൽ വന്നിട്ടില്ല, ഇത്തരത്തിലുള്ള ആളുകളൊന്നും വലിയ രീതിയിൽ കേരളത്തെ അങ്ങനെ കാർന്ന് തിന്ന് തുടങ്ങിയിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടെങ്കിൽ പോലും സെൻസർ ബോർഡ് ഇരിക്കുന്നവര് ഈ സംഖ്യകളുടെ തല എടുത്ത് മാറ്റി വെച്ചിട്ട് മനുഷ്യന്റെ തല വെച്ചുകൊണ്ട് സിനിമകളെ കാണാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അവര് ശ്രമിക്കേണ്ടതാണെങ്കിൽ മാത്രമേ ഈ സിനിമ എന്ന് പറയുന്ന കലാരൂപം അത് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ല, ഇന്ത്യൻ സിനിമ ഇനിയിപ്പോ സംഖ്യകളുടെ ഇഷ്ടത്തിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാവുന്നില്ലേ? അങ്ങനെ ഒരു രീതിയിലൊക്കെ വന്നു കഴിഞ്ഞു. ഈ സംഘപരിവാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ ചില സിനിമകളിൽ കണ്ടില്ലേ, ചില നായകന്മാരുടെയൊക്കെ അടിവസ്ത്രം നോക്കിക്കൊണ്ടാണ് ഇവരെ അതിനെ ബഹിഷ്കരിക്കാൻ പറയുന്നത്. കണ്ടിട്ടില്ലേ? ദീപിക പദുകോണിന്റെ അവരുടെ രാഷ്ട്രീയം വേറെ ആയതുകൊണ്ട് അവരുടെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഒരു പോസ്റ്ററിനകത്ത് അവരുടെ അടിവസ്ത്രത്തിന്റെ നിറം അത് കാവ്യമായിട്ട് കണ്ടെന്ന് പറഞ്ഞു, അത് മാറ്റണമെന്ന് പറഞ്ഞു. ഇമാതിരി ബുദ്ധിയുള്ള ഇവർക്കെന്ന് പറയുന്നതേ ആ സിനിമയല്ല അവർ നോക്കുന്നത്. ആ സിനിമ എന്താണെന്ന് അവർ നോക്കുന്നില്ല. ആ രീതിയിൽ നമ്മൾ പല കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. സംഘപരിവാർ പറയുന്ന രീതിയിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സിനിമകൾ പോകണം. അങ്ങനെ ഒരുവിധം ആ രീതിയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സംഘപരിവാറിനെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് ഉള്ള രീതിയിൽ സിനിമ എടുക്കുന്ന രീതിയിലേക്ക് നല്ലൊരു രീതിയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ സിനിമാ ലോകം. മറ്റു തലത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ കേരളം ഒക്കെയുള്ളൂ അതിനകത്ത് ഒരു വിഭിന്നമായിട്ട് നിൽക്കുന്നത്. ഒരു പരിധിവരെ ആ രീതിയിലേക്ക് പോയിട്ടുണ്ട്. അത് പൂർണ്ണ സംഖ്യവൽക്കരണത്തിലേക്ക് സിനിമയെ കൂടി കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് വേണം നമുക്ക് ഇതിനെ കാണേണ്ടത്. അതിന് അനുവദിച്ചുകൂടാ എന്നതാണ് നമുക്ക് പറയാനുള്ളത്.